നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നടന്നിരിക്കുന്നത് വൻ കൊള്ളയാണ്. ആ കൊള്ളയ്ക്ക് പിന്നിലുള്ളവരെ എല്ലാവരെയും തൂക്കിയെടുത്ത് അകത്തിടും എന്ന് കട്ടായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് ഈ നടന്നിരിക്കുന്ന കൊള്ളയിലും തട്ടിപ്പിലും വെട്ടിപ്പിലും ഒരു പങ്കുമില്ല എന്നും ചില ഉദ്യോഗസ്ഥർ നേരിട്ട് നടത്തിയ നീക്കമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൈകഴുകാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി കൃത്യമായി പൂട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് ശബരിമല വിഷയത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് ഒരു തരത്തിലും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് ഹൈക്കോടതി കട്ടായം പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഈ പൊട്ടിത്തെറിക്കൽ അത് സർക്കാരിനും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ദേവസ്വം ബോർഡിനുമുള്ള കുരുക്കാണ്. വരാൻ പോകുന്നത് നേരിടാൻ എല്ലാവരും ഒരുങ്ങിക്കോളൂ എന്നാണ് ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ ആസൂത്രിതമായ സ്വർണ്ണ തട്ടിപ്പിൽ ദേവസ്വം ബോർഡ് തന്നെയാണ് പ്രധാന പ്രതിയെന്ന് സ്ഥിരീകരിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ശ്രീകോവിലിലെ എല്ലാ അറ്റകുറ്റപ്പണികളുടെയും ഉത്തരവാദി തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്നുള്ള ഹൈക്കോടതി നിരീക്ഷണമാണ് ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഇടപെട്ട തിരുവാഭരണം കമ്മീഷണർ റെജിലാലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും കോടതിയെയും അറിയിക്കാത്തതിന് എക്സിക്യൂട്ടീവ് ഓഫീസർ, ലോ ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ എന്നിവർ വിശദീകരണം നൽകണമെന്നാണ് ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ശബരിമല ശ്രീകോവിലിലെ അറ്റകുറ്റപ്പണികൾക്ക് തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ എന്നിവർ ഉത്തരവാദികളാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ് ആദ്യം അറിയിക്കേണ്ടതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ നടന്ന തട്ടിപ്പുകൾ ബോർഡ് അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വാദം. ദ്വാരപാലക ശില്പപ്പാളികൾ പ്ലേറ്റിംഗിന് കൊണ്ടുപോകുമ്പോൾ ഹൈക്കോടതിയെ അറിയിക്കേണ്ടത് ബോർഡല്ലെന്നും ഉദ്യോഗസ്ഥരാണെന്നുമുള്ള പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വാദവും ഇതോടെ പൊളിയുകയാണ്. ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് വാദിച്ച മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും പ്രതിരോധം ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളിലൂടെ തന്നെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. 2024 നവംബർ 1 നിലവിലെ ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പത്തിന്റെ പാളി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ അംഗീകാരം നൽകിയിരുന്നു. 2019 സംഭവിച്ച അതേ വീഴ്ച 2025 ബോർഡ് നേതൃത്വത്തിനും സംഭവിച്ചു. തിരുവാഭരണം കമ്മീഷണർ റെജിലാലിന്റെ ഇടപെടൽ കാരണമാണ് ഈ നീക്കം തടയപ്പെട്ടത്. സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരിക്കൽ സ്വർണം പൂശിയ സ്വർണം വേർപെടുത്തി വീണ്ടും പൂശാൻ കഴിയില്ലെന്ന് തിരുവാഭരണം കമ്മീഷണർ ബോർഡിനെ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് സാങ്കേതിക വിദ്യയുണ്ടെന്ന് പറഞ്ഞുവെങ്കിലും തിരുവാഭരണം കമ്മീഷണർ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരും അനുഗമിച്ചത്. അത്തരത്തിൽ തട്ടിപ്പ് തടയാൻ വേണ്ടി പ്രവർത്തിച്ച തിരുവാഭരണം കമ്മീഷണറോടാണ് ഇപ്പോൾ ബോർഡ് വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. എന്ത് അട്ടിമറിയാണ് ഈ നടക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുക. അതായത് അവിടെ നടക്കുന്ന ഒരു കൊള്ള തിരിച്ചറിഞ്ഞ് അതിന് തടയിട്ട ഉദ്യോഗസ്ഥനെ മുള്ളിൽ നിർത്തുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ ഹൈക്കോടതി ഇപ്പോൾ ദേവസ്വം ബോർഡിനെ അടപടലം തൂക്കിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ പിഴവുകളും തട്ടിപ്പും വെട്ടിപ്പും തപ്പിയെടുക്കുകയാണ് ഹൈക്കോടതി. അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കാനും സാധ്യതയുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ സ്വർണം പൂശാൻ 2024 മുതലുള്ള ഉത്തരവുകളിൽ ഒരിടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ സഹായികൾക്കോ മുരാരി ബാബുവിനോ സഹായകമായ ഒരു വാക്കുമില്ലെന്നാണ് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇത്രയും സ്വാധീനമുള്ള വ്യക്തിയായി മാറിയത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ബോർഡിന് കഴിയുന്നില്ല. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബു കൂടി അറസ്റ്റിലായതോടെ ദേവസ്വം ബോർഡും പ്രസിഡന്റും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതും അറ്റകുറ്റപ്പണികൾ നടത്തിയതുമെല്ലാം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് ആവർത്തിക്കുന്നതിനിടയിലാണ് മുരാരി ബാബുവിന്റെയും അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോകുകയാണെങ്കിൽ കരുതലോടെ മാത്രമേ ആകാവൂ എന്ന് തിരുവാഭരണം കമ്മീഷണർ റെജിലാല് മുൻപ് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ സ്റ്റാഫ് കൂടെ വന്നാൽ ചെലവ് വഹിക്കില്ല എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിപ്രായം. തിരുവാഭരണം കമ്മീഷണറുടെ ഇടപെടൽ കൂടുതൽ തട്ടിപ്പുകൾ തടയാൻ സഹായകരമാകുകയായിരുന്നു. അല്ലാത്തപക്ഷം ഇത്തവണയും ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യ മുഴുവൻ ചുറ്റി ചെന്നൈയിലെത്തുമായിരുന്നു. 2019 അങ്ങനെ ആവർത്തിക്കാതെ പോയി.
സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് നിയമവിരുദ്ധമായി വിവാദ ഇടനിലക്കാരൻ വഴി പലയിടത്തും കൊണ്ടുപോയി 49 ദിവസത്തിനു ശേഷം മാത്രം മടക്കി കൊണ്ടുവന്നത് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുള്ള തട്ടിപ്പല്ല എന്നും അന്നത്തെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ പിന്നിലുണ്ടാകുമെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡിന് ഈ നടന്ന കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട്. എന്നിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് നടന്ന തട്ടിപ്പിൽ ഞങ്ങൾക്ക് ഒരറിവുമില്ല എന്നാണ്. പിന്നെ എന്ത് കിഴങ്ങ് പറിക്കാനാണോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കസേരയിൽ PS പ്രശാന്ത് കയറിയിരുന്നത്? ഇവന്മാരുടെ എല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലോടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട്, ശബരിമലയിൽ നടന്ന കൊള്ളയിൽ സത്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.